ഹായ്, നമസ്കാരം. ഇതെൻ്റെ സാധാരണ വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമാണ്, മതപരമാണ്. വികലമായ മതവിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അതുകൊണ്ട് താല്പര്യമില്ലാത്തവർ കാണരുത്. അതിനാണ് ഈ പ്രിഫേസ്. ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ തമ്പനയിൽ അയച്ചത്. അതിൽ ഒരു പെൺകുട്ടി വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നു, ചെറുപ്പക്കാരിയാണ്. അതിനപ്പുറത്ത് ഒരു വികൃതമായ ചിരിയോടുകൂടി ഒരു പാസ്റ്റർ നിൽക്കുന്നു. ഇതായിരുന്നു സംഭവം. ഞാൻ ഏറെക്കാലമായി തേടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി ഇതിലൂടെ. അതായത്, ഈ സ്നാനം എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട് ക്രിസ്ത്യൻ വിശ്വാസത്തിൽ. വളരെ പരിപാവനമായ ഒരു കർമ്മമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂദാശ, കോൺസിക്രേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. പരമ്പരാഗത സഭകൾ കൊച്ചുകുട്ടികളെ, ചെറിയ കുഞ്ഞുങ്ങളെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ മാമോദിസ നൽകി സഭയുടെ അംഗമാക്കുന്ന ഒരു പ്രവണതയാണ് തുടർന്നു വരുന്നത്. അവരിൽ നിന്നും വിഘടിച്ചു പോയ പ്രൊട്ടസ്റ്റന്റ് സഭകളും കുഞ്ഞുങ്ങൾക്ക് സ്നാനം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പോസ്തോലിക സഭകളുടെ പാരമ്പര്യത്തെ അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ധാരാളം സഭകളുണ്ട്. അവരെല്ലാം തന്നെ അത് പിന്തുടരുന്നുണ്ട്. എന്നാൽ പെന്തക്കോസ്ത് പോലെയുള്ള ചില വിഭാഗങ്ങൾ ശിശുക്കൾക്ക് സ്നാനം നൽകുന്നില്ല. ഇവരുണ്ടായിട്ട് 100 കൊല്ലത്തോളമേ ആയിട്ടുള്ളൂ. പക്ഷെ പരമ്പരാഗത സഭകളുടെ മിക്കവാറും ഉള്ള സകല പ്രാക്ടീസുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ പുതിയ സംഹിതകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേയേറെ പാസ്റ്റർമാരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് സംസാരിച്ച 2-3 പാസ്റ്റർമാരോട് ഞാൻ ചോദിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചു, പാസ്റ്റർ, എന്തുകൊണ്ടാണ് നിങ്ങൾ പരമ്പരാഗത സഭകളെല്ലാം തന്നെ, ഈവൻ പ്രൊട്ടസ്റ്റന്റുകാർ പോലും കുഞ്ഞുങ്ങൾക്ക് സ്നാനം നൽകുന്നുണ്ട്, കർത്താവ് പോലും പറഞ്ഞിരുന്നത് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാനുള്ളതിൽ അവരെ തടയരുത് എന്നാണ്. നിങ്ങൾ എന്തുകൊണ്ട് ശിശുക്കൾക്ക് സ്നാനം നൽകുന്നില്ല? അപ്പോൾ ഒന്നാമത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞത്, അത് ഞങ്ങൾ കർത്താവിൻ്റെ മാതൃക അനുസരിച്ചാണ് സ്നാനം നൽകുന്നത്. ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ അല്ല വെള്ളത്തിൽ കൊണ്ടുവന്ന് കഴുകേണ്ടത്. കർത്താവിൻ്റെ മാതൃക എന്താണ് അതനുസരിച്ചാണ് ഞങ്ങൾ നൽകുന്നത്, അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കർത്താവിൻ്റെ മാതൃക അനുസരിച്ചാണോ നിങ്ങൾ നൽകുന്നത്? കർത്താവിൻ്റെ മാതൃക എന്തായിരുന്നു സ്നാനത്തിൽ? അദ്ദേഹം 30-ാമത്തെ വയസ്സിലാണ് സ്നാനം സ്വീകരിച്ചത് കർത്താവ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ 30-ാമത്തെ വയസ്സിലാണോ എല്ലാവർക്കും സ്നാനം കൊടുക്കുന്നത്? അതല്ല. ഞാൻ പറഞ്ഞു, കർത്താവ് 30-ാമത്തെ വയസ്സിലും ഒരു ബ്രഹ്മചാരിയായിരുന്നു, അവിവാഹിതനായിരുന്നു. നിങ്ങൾ 30 വയസ്സുള്ള അവിവാഹിതർക്കാണോ സ്നാനം നൽകുന്നത്? അതുമല്ല. ഞാൻ പറഞ്ഞു, കർത്താവ് സ്നാനം സ്വീകരിച്ചത് യോർദാൻ നദിയിലാണ്. വേണ്ട, നമുക്ക് യോർദാൻ നദിയിൽ തന്നെ വേണം, നിർബന്ധം പിടിക്കണ്ട. യോർദാൻ നദിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നല്ല ഒഴുക്കുള്ള നദിയാണ്. വെള്ളത്തിന് ചില പ്രത്യേക ക്വാളിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ യോർദാൻ നദിയിൽ പോയി ഇപ്പോൾ സ്നാനം നടത്തണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് വേണ്ട. പകരം നല്ല ഒഴുക്കുള്ള നദികളിലാണോ നിങ്ങൾ സ്ഥിരം സ്നാനം നടത്തുന്നത്? അതുമല്ല. അവർ കുളം സ്വന്തമായിട്ടുണ്ടാക്കി അതിൽ നടത്താറുണ്ടെന്നൊക്കെ പറഞ്ഞു, അല്ലെ കിണറുണ്ടാക്കിയോ ഒക്കെ അതിൽ നടത്തും. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഏത് വകുപ്പിലാണ് കർത്താവിൻ്റെ മാതൃക പിന്തുടരുന്നത്? അതിലുപരി ഞാൻ പറഞ്ഞു, കർത്താവ് സ്വീകരിച്ച സ്നാനമല്ല കർത്താവ് നൽകിയ സ്നാനമെന്നും ബൈബിൾ വ്യക്തമായിട്ട് പലയിടത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്. എനിവേ, അതുപോട്ട്. അപ്പം നിങ്ങൾ ഈ 3 കാര്യങ്ങളിലും കർത്താവിനെ നിങ്ങൾ കോപ്പി ചെയ്യുന്നില്ല. 30-ാമത്തെ വയസ്സിൽ സെലിബ്രേറ്റ് ആയിട്ട് ഒഴുക്കുള്ള നദിയിൽ നിങ്ങളത് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് നിങ്ങൾ കർത്താവിൻ്റെ മാതൃക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ മറ്റൊരു പാസ്റ്ററെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ മാതൃക എന്നുള്ള എന്നോട് പറഞ്ഞാണ്, അതുകൊണ്ട് അത് പറയണ്ട, വേറെ വല്ലതും പറയണ്ട. പുള്ളിക്കാരൻ പറഞ്ഞു, അതല്ല എൻ്റെ കാരണം. ശരിക്കും ഞങ്ങളുടെ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസാന്തരപ്പെടുന്നവർക്കാണ് ഞങ്ങൾ സ്നാനം നൽകുന്നത്. ഏത് വ്യക്തി മാനസാന്തരപ്പെടുന്നോ അവർക്കാണ് ഞങ്ങൾ സ്നാനം. സ്നാന സമയത്ത് ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടിരിക്കണം. കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ പിന്നെ അവർക്ക് എന്തിനാണ് സ്നാനം കൊടുക്കുന്നത്? അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ നൽകുന്നത് മാനസാന്തര സ്നാനമാണോ? അല്ല, മാനസാന്തര സ്നാനമല്ല. ഞാൻ പറയും, നിങ്ങളാണ് പറഞ്ഞത് മാനസാന്തരപ്പെടുന്നവർക്കുള്ളതാണ് സ്നാനം. മാനസാന്തരപ്പെടുന്നവർക്ക് നൽകുന്ന സ്നാനമാണ് മാനസാന്തര സ്നാനം. അത് യോഹന്നാൻ നൽകിയിരുന്നതാണ്. അത് യോഹന്നാന്റെ കാലത്തോടുകൂടി ഇല്ലാതായി. യോഹന്നാന്റെ സ്നാനം സ്വീകരിച്ചവരെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നൽകണമെന്ന് അപ്പോസ്തലർ പഠിപ്പിച്ചത് ബൈബിളിൽ കിടപ്പുണ്ട്, കാണണമെന്ന് ചോദിച്ചു. അതുണ്ട്. ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ മാനസാന്തരപ്പെടുന്നവർക്ക് നൽകുന്ന സ്നാനത്തിന് നിങ്ങൾ എന്ത് പേരെ വിളിക്കും? അത് മാനസാന്തര സ്നാനമാണ്. മാനസാന്തരപ്പെടുന്നവർക്ക് നൽകുന്ന സ്നാനം മാനസാന്തര സ്നാനമാണ്. അതൊന്ന്. 2, ഞാൻ അവരോട് ചോദിച്ചു, പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ മാനസാന്തരം ഒരു മാൻഡേറ്ററി കണ്ടീഷനാക്കി വെക്കുകയാണ്. മാനസാന്തരപ്പെട്ടേ പറ്റും.
മാനസാന്തരം ആർക്കാണ് ആവശ്യമുള്ളത്? പുള്ളി പറഞ്ഞ മാനസാന്തരം എല്ലാ മനുഷ്യർക്കും ആവശ്യമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞ എല്ലാ മനുഷ്യർക്കും മാനസാന്തരം ആവശ്യമില്ല. പാപം ചെയ്യുന്നവർക്കാണ് മാനസാന്തരം ആവശ്യമുള്ളത്, അല്ലേ? പാപം ചെയ്യുന്നവർക്കാണ് മാനസാന്തരം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള പശ്ചാത്താപത്തിനെയാണ് മാനസാന്തരം. അല്ലെങ്കിൽ നമ്മൾ ഇനി തെറ്റ് ചെയ്യില്ല. തെറ്റ് ചെയ്തവർക്ക് മാത്രമേ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതുള്ളൂ. തെറ്റ് ചെയ്യാത്തവൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ സ്നാനം സ്വീകരിക്കാൻ മാനസാന്തരം നിർബന്ധമാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ സ്നാനം സ്വീകരിക്കുവാൻ പാപം ചെയ്യുന്നത് നിർബന്ധമാണെന്നാണ്. പാപം ചെയ്തെങ്കിൽ മാത്രമേ മാനസാന്തരപ്പെടാൻ പറ്റുകയുള്ളൂ. അക്കാര്യത്തിൽ പാസ്റ്റർ സംശയമുണ്ടോ? പുള്ളിയുടെ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ അല്ലത്. ഞാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ താങ്കൾ എനിക്ക് പറഞ്ഞതാണ്. മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ പാപം ചെയ്തെങ്കിൽ മാത്രമേ മാനസാന്തരപ്പെടേണ്ട കാര്യമുള്ളൂ. ഒരു കുറ്റം ചെയ്യാതെ ഒരാളെ ശിക്ഷിക്കൂ. ഞാനൊരു തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പശ്ചാത്തപിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ തെറ്റുകൾ ചെയ്യാതെ എന്നെ തന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാനസാന്തരപ്പെടാനോ അല്ലെങ്കിൽ പശ്ചാത്തപിക്കാനോ ഒന്നുമില്ല. എന്ത് പശ്ചാത്തപിക്കാനാണ്? കർത്താവ് യേശുക്രിസ്തു സ്നാനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം പശ്ചാത്തപിച്ചിട്ടോ മാനസാന്തരപ്പെട്ടോ? ഇവർ കർത്താവിന്റെ മാതൃകയെന്ന് പറയുമ്പോൾ അവർ അത് ആലോചിക്കുന്നില്ല. കർത്താവ് യേശുക്രിസ്തു എന്തിനെക്കുറിച്ച് മാനസാന്തരപ്പെടാനാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നൽകുന്ന സ്നാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പൈശാചിക സംഭവമാണ്. കാരണം ഒരു വ്യക്തി പാപം ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്നാനം സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഒരു വ്യക്തി ആൾറെഡി പോയിട്ട് തെറ്റുകൾ ചെയ്യണം. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല, അതാണ് അവരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ. അവരെ നിങ്ങൾ എന്തുകൊണ്ട് സ്നാനം നൽകുന്നില്ല? കാരണം അവർ പാപം ചെയ്യുന്നില്ല, അവർക്ക് പാപം ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ സ്നാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാപം ചെയ്യുക എന്നുള്ളതാണ്. അല്ലെന്ന് ഭാഷയ്ക്ക് പറയാം. പുള്ളി പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ അല്ല. ഞാൻ പറഞ്ഞ എന്റെ ഭാഷ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. മാനസാന്തരം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പാപമാണ് നിർബന്ധമാകുന്നത്, വേറൊന്നുമല്ല. പാപം ചെയ്തേ പറ്റൂ. യു ഹാവ് ടു കമ്മിറ്റ് സിൻ. അതാണത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് ഉത്തരവില്ലാതെ പോയി. വീണ്ടും ഞാൻ തേടുകയാണ് ഉത്തരം. മറ്റൊരു പാസ്റ്റർ അദ്ദേഹം പറഞ്ഞു, അവർ രണ്ടുപേരും പറഞ്ഞു ശരിയല്ല, അതല്ല അതിന്റെ സംഭവം. അതിന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനപ്പെടുന്ന ആള് വിശ്വാസമേറ്റു പറയാം. കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കാനും വിളിച്ചു പറയാനും ഏറ്റുപറയാനും അയാൾക്ക് പക്വത അല്ലെങ്കിൽ പ്രായമുണ്ടായിരിക്കും. അതാണ് അതിന്റെ കാരണം. വിശ്വാസ സ്നാനമാണ് ഞങ്ങൾ നൽകുന്നത്, അല്ല മാനസാന്തര സ്നാനമല്ല. വിശ്വാസ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നാനാർത്ഥി വിശ്വാസം ഏറ്റു പറയണം. അയാൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കാനുള്ള വളർച്ച അയാൾക്കുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ, ഒരു വ്യക്തിക്ക് ഏത് ഏജിലാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത്? അത് ഏത് ഏജിലായിരിക്കും എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടൊരു കാര്യത്തെക്കുറിച്ച് ഒരു ധാരണയോ വിശ്വാസമോ മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കുന്ന ഏജ് ഏതാണ്? അതിനെക്കുറിച്ച് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ബൈബിൾ അനുസരിച്ചാണ് എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് ചോദിച്ചാണ്. പുള്ളി പറഞ്ഞ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്കറിയാമല്ലോ. ഞാൻ പറയാം, നമുക്കറിയാവുന്നത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ബൈബിൾ? നമുക്കറിയാവുന്നത് നമുക്ക് തോന്നുവാനും ചെയ്യാനാണെങ്കിൽ പിന്നെ ബൈബിളിന്റെ ആവശ്യമുണ്ട്. ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രാമത്തെ ഏജിൽ, ഇന്ന ഏജിൽ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ സാധിക്കും, ഇന്ന ഏജിലേ പറ്റും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒന്നത്. രണ്ട്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു വ്യക്തിക്ക് ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ, ഉദാഹരണത്തിന് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നു. എൻ്റെ മാതാപിതാക്കളാണ് എന്നെ വളർത്തുന്നത്. അവരെൻ്റെ മാതാപിതാക്കളാണെന്ന് തീരെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ മനസ്സിൽ എനിക്ക് ബോധ്യമാകുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ഒരു കോടതിയിൽ ചെന്നിട്ട് സത്യവാങ്മൂലം കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഡിക്ലറേഷൻ എഴുതി വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല അവരെൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറയുന്നത്, മാതാപിതാക്കളാണെന്ന് പറയുന്നത്. മറിച്ച് അത് നമ്മുടെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ മനസ്സിലത് രൂഢമൂലമായ ഒരു വിശ്വാസമാണ്. എന്നെ ഏതെങ്കിലും മറ്റൊരു വീട്ടിൽ കൊണ്ട് നിർത്തി, എൻ്റെ കുഞ്ഞിനെ, ഞാൻ ജനിച്ചപ്പോൾ എന്നെ കൊണ്ടുവന്ന് വേറെ ഏതെങ്കിലും വിട്ടിട്ട് എന്നെ അവിടെ അവന് പ്രായമായിട്ട് സ്വന്തമായിട്ട് അവൻ്റെ അച്ഛനെ അമ്മയും മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായത്തിൽ അവനെ വീട്ടിൽ കൊണ്ട് നിർത്തിയാൽ മതി എന്നാണ് നിയമമെന്ന് വെച്ചു. അങ്ങനെ എന്നെ മറ്റൊരു വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ഇന്നാരാണെന്ന് ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഏത് ഏജ് ആയിരിക്കും സ്യൂട്ടബിൾ? നമ്മൾ ദൈവത്തിനെ പിതാവെന്നാണ് വിളിക്കുന്നത്, നമ്മുടെ പിതാവ്. അപ്പോൾ ആ ദൈവത്തിനെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒരു ഏജ് വേണമെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാനും എനിക്കൊരു പർട്ടിക്കുലർ ഏജ് ആവശ്യമാണ്. അത് ഏത് ഏജ് ആയിരിക്കും? പാസ്റ്റർ പറഞ്ഞ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ പാസ്റ്ററെ മുട്ടാത്തറക്കമല്ല. ഒരു വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന ക്രമത്തിൽ വിശ്വസിക്കാൻ പറ്റിയ ഏജ് ഏതാണെന്നാണ് എൻ്റെ ചോദ്യം.
95-ാമത്തെ വയസ്സിലായിരിക്കും ചിലർക്ക് വിശ്വാസം വരുന്നത്, അല്ലെങ്കിൽ പിന്നെ 90-ാമത്തെ വയസ്സിലായിരിക്കും, ചിലപ്പോൾ 60-ലും വരുന്നില്ല. അപ്പം നിങ്ങൾ ഇതിനൊരു കൃത്യമായിട്ടൊരു ഏജ് ഫിക്സ് ചെയ്തിട്ട് പറ, ബൈബിൾ അനുസരിച്ചോ വേറെ ഏതൊരു അനുസരിച്ചോ പറ. അതിനവർക്ക് ഉത്തരമില്ല. 4 വയസ്സുള്ളൊരു കുട്ടിക്കറിയാം അതിൻ്റെ അച്ഛനെ അമ്മയും. ചെറുപ്പത്തിൽ ഒരു വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കുഞ്ഞിന് അതിനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട, അത് അനുഭവിച്ച് വളരുകയാണ്, അനുഭവിച്ച് എക്സ്പീരിയൻസിലൂടെ. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഏജ് ആകുമ്പോൾ അച്ഛനും അമ്മയും ചെന്നിട്ട് അവരുടെ എന്താണ് പറയുന്നത് സർട്ടിഫിക്കറ്റൊക്കെ, ജനിതക സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടിക്ക് കാണിച്ചു കൊടുത്തിട്ട്, നോക്ക് നിന്റെ പിന്നെ ജീനുകളെല്ലാം പരിശോധിച്ച് ഞങ്ങൾ തന്നെയാണ് നിന്റെ അച്ഛനും അമ്മയും എന്നുള്ളത് എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്, അതുകൊണ്ട് ഇന്ന് മുതലാണ് ഞങ്ങൾ ഒത്തൻറ്റിക്കായിട്ട് നിന്റെ അച്ഛനും അമ്മയും ആകുന്നത് എന്ന് പറഞ്ഞാണോ ഒരു കുട്ടി ആരെങ്കിലും വളർത്തുന്നത്? ആ കുട്ടി ജനിച്ച സമയം തൊട്ട് തന്നെ അത് അവരുടെ മകനാണ്, മകളാണ്. ആ സമയം മുതൽ തന്നെ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയാണ് അവർ. അതിനേക്കാളൊക്കെ ഉപരി, എത്രയോ ഉപരിയാണ് ഒരു വ്യക്തി ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ജനിച്ചില്ലെങ്കിൽ പോലും അവൻ്റെ ദൈവമാണ് ദൈവം, അവൻ്റെ രക്ഷകനാണ് ക്രിസ്തു. ഇതിനൊക്കെ ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. ഒരു മാറ്റമില്ലാത്ത കാര്യത്തിനെ കുറിച്ച് ആ വ്യക്തിക്ക് പേഴ്സണലായിട്ടൊരു വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ അതിനൊരു വാലിഡിറ്റി ഉണ്ടാകൂ. അതായത് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിനും ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിനും പുനരുത്ഥാനത്തിനും അദ്ദേഹത്തിൻ്റെ സാൽവേഷൻ പിന്നെ അദ്ദേഹം നൽകുന്ന രക്ഷാകര പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഈ വ്യക്തി വിശ്വസിച്ചെങ്കിൽ മാത്രമേ വാലിഡിറ്റി വരത്തുള്ളൂ എന്ന് പറയുന്ന ഒരു വികല ശാസ്ത്രം. ഞാൻ പറഞ്ഞ അങ്ങനെയല്ലേ അത്. ഈ വ്യക്തി വിശ്വസിച്ചില്ലെങ്കിൽ ശരി, വിശ്വസിച്ചാലും ശരി, ക്രിസ്തു ചെയ്തതാണോ? അപ്പോൾ ഈ വ്യക്തിക്ക് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ 5-ാമത്തെ വയസ്സിലും വിശ്വസിക്കാം, 2-ാമത്തെ വയസ്സിലും വിശ്വസിക്കാം. നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, 5 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാക്കാം, 8 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാക്കാം, 10 വയസ്സുള്ള കുട്ടിക്ക് മനസ്സിലാക്കാം, ഈസി ആയിട്ട്, ഒരു പ്രോബ്ലം ഇല്ല. ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. സ്കൂളിലൊക്കെ പോയിട്ട് എന്തെല്ലാം പഠിക്കുന്ന കുട്ടികൾ, ഇത് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതിനൊരു തൃപ്തികരമായ ഉത്തരം നൽകാൻ പറ്റിയില്ല. ബൈബിളിൽ അങ്ങനെയില്ല. ബൈബിളിൽ ഒരു ഏജും പറഞ്ഞിട്ടില്ല, ഒരു അപ്പോസ്തലനും പറഞ്ഞിട്ടില്ല ഇത്രാമത്തെ ഏജിൽ മാമോദിസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, മുതിർന്ന ശേഷം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, വിശ്വാസം പ്രഖ്യാപിക്കുന്നത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. യാതൊരു മാർഗ്ഗനിർദ്ദേശമല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന സകല മനുഷ്യർക്ക് കൊടുക്കാനാണ് പറയുന്നത്, ഒന്നും നോക്കാതെ. പക്ഷേ ഇവരെന്തുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് കൊടുക്കാതെ അവർ വളർന്ന് കൗമാരത്തിലോട്ടൊക്കെ കടന്ന് അവർ ശരിക്കുള്ള വളർച്ചയുടെ പ്രായത്തിലെത്തുമ്പോൾ അവർ കൊടുക്കുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പണ്ട് നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾ കുളിക്കാൻ പോകുന്ന കടവുകളുണ്ടായിരുന്നു. നമ്മുടെ പുഴകളിലാണ്, കുളത്തിലൊക്കെയാണ് അവർ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കുളിസീൻ കാണാൻ വേണ്ടി കുളിച്ച് പോയി പാത്ത് നിന്ന് നോക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ട്. അവരുടെ രക്ഷപ്പാട് ആലോചിച്ചോളൂ. സ്ത്രീകൾ കണ്ടു കഴിഞ്ഞാൽ ചീത്ത വിളിക്കും, ചിലരൊക്കെ പിടിച്ച് അടിയും കൊടുക്കും. അപ്പം അവർ കാണാതെ കട്ടും പാത്തും പതുങ്ങി നിന്ന് വേണം ഇവർക്കൊന്ന് കണ്ട് ആസ്വദിക്കാൻ. എന്നാൽ ഇവിടെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നല്ല ക്ലോസ് റേഞ്ചിൽ 10, 17, 18 വയസ്സുള്ള പെൺകുട്ടികളെ വെള്ളവസ്ത്രമൊക്കെ കുടിപ്പിച്ച് പൊക്കി എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതി നിങ്ങളൊന്ന് ആലോചിക്കണം. വളരെ പരിപാവനമായ ഒരു കർമ്മത്തെ ഇത്ര ആഭാസകരമാക്കി മാറ്റിയ ഒരു സമൂഹം വേറെയുണ്ട്. പ്രൊട്ടസ്റ്റന്റുകാർ പോലും ചെയ്യത്തില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കൊണ്ടുവന്ന് വെള്ളത്തിൽ പൊക്കി ആരാ പുരുഷന്മാരാ പൊക്കുന്നത്, മുക്കിയിട്ട് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുകൊണ്ട് അവർക്ക് കാണാം. ഇതാണ് പെന്തക്കോസ്ത് സ്നാനം അല്ലെങ്കിൽ പെന്തക്കോസിലെ കുളിപ്പരിപാടി. ഇത് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ എന്ന് പതിക്കുന്ന നരകത്തിലാണെന്നാണ് ഈ ചെല്ലുന്ന ബുദ്ധിയില്ലാത്ത പാവങ്ങളോട് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ചെന്നാലേ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ കിടന്ന് നിങ്ങളെ ചൂടും. ഈ കുഞ്ഞുങ്ങളായിട്ട് സ്നാനപ്പെട്ടവർ മൊത്തം നരകത്തിൽ കിടന്ന് ചൂടപ്പെടാൻ പോകുന്നവരാണ്. കാരണം അവർ ഈ കുളിസീൻ അവർ ഫോളോ ചെയ്തില്ല. അതുകൊണ്ട് പെന്തക്കോസ്തിൽ പോയിക്കൊണ്ടിരിക്കുന്നവരും പോയിട്ടുള്ളവരും ഇപ്പോൾ നിൽക്കുന്നവരും ഇനി പോകാനിരിക്കുന്നവരും എല്ലാം തന്നെ ഒന്ന് ചിന്തിക്കണം. എത്ര വികലമാണ് നിങ്ങൾ ആയിരിക്കുന്നതോ ചെല്ലാൻ പോകുന്നതോ ചെന്നിട്ടുള്ളതോ ആയ ഈ കമ്മട്ട പ്രസ്ഥാനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം. കർത്താവ് ഒരാൾക്കും ഇവിടെ സ്വർഗത്തിൻ്റെ വിതരണാവകാശം കൊടുത്തിട്ടില്ല. ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൻ്റെ അടയാളമായിട്ടാണ് സ്നാനം നൽകുന്നത്. അത് സ്വീകരിക്കാൻ എല്ലാ മനുഷ്യർക്കും അർഹതയുണ്ട്. ഒരു സഭയിൽ ഒരു ക്രിസ്ത്യൻ സഭയിലെ അംഗമായിട്ട് മാറുന്നതിൻ്റെ കൂടി ഒരു വളരെ പ്രധാനമായ പരിപാവനമായ കർമ്മമാണ് സ്നാനം. അതിനെയാണ് പ്രായപൂർത്തിയായ ഇത്രാമത്തെ ഏജ്, പ്രായപൂർത്തിയായ ആൾക്കാർക്ക് മാത്രം. പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ ആ
ഒരു ഏജ് നോക്കണം, സെലക്ട് ചെയ്യുന്ന ഏജ് നോക്കണം. 10 വയസ്സോ 8 വയസ്സുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 17, 18, 19 വയസ്സൊക്കെ ആകുമ്പോൾ മാത്രമായിട്ട് നൽകി ഒരു നിർവൃതിയുടെ രൂപത്തിലേക്ക് അതിനെ മാറ്റുന്നത്. ചിന്തിക്കുക, ബോധമുണ്ടെങ്കിൽ. നന്ദി, നമസ്കാരം.